ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് എ പീസ് ഓഫ് കേക്കിൻ്റെ പ്യൂപ്പലുള്ള ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. ആക്ടിവിറ്റി 1 നോക്കൂ. സംബഡി ഈസ് ഹൈഡിങ് ഹിയർ. ജോയിൻ ദ ഡോട്ട്സ് ടു ഫൈൻഡ് ഔട്ട് ദ ഹൈഡിങ് ഫ്രണ്ട്. കളർ ദ പിക്ചർ. എന്താ പറയുന്നത്, ആരോ ഒരാളിവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, 1 2 3 4 പറഞ്ഞിട്ട് 29 വരെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ 1 2ലേക്ക് പിന്നെ 2 3ലേക്ക് അങ്ങനെ കണക്ട് ചെയ്ത് 29 വരെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരാളെ കിട്ടും. ആരാണ് നോക്കിയത്? ഇറ്റ്സ് എൻ എലിഫൻറ്റ് അല്ലേ, അതാണ്. സോ ആരാണ് ഹൂ ഈസ് ഹൈഡിങ് ഹിയർ? ആൻ എലിഫൻറ്റ് ഈസ് ഹൈഡിങ് ഹിയർ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. എന്നിട്ട് എന്താണ്, നല്ല ഭംഗിയിൽ ഈ ചിത്രത്തിനെ കളർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു എന്താണ് AI-യിൽ നിന്നെടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഇഷ്ടത്തിന് നല്ല വൃത്തിക്ക് കളർ ചെയ്യണം കേട്ടോ. ആക്ടിവിറ്റി 2. ഹാവ് യു എവർ സീൻ എ ഹേർഡ് ഓഫ് എലിഫൻറ്റ്സ് മാർച്ചിങ്? എന്താ ചോദിക്കുന്നത്? എ ഹേർഡ് ഓഫ് എലിഫൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആനകളുടെ കൂട്ടം കേട്ടോ. കുറേ ആനകൾ ഒരുമിച്ച് നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹേർഡ് ഓഫ് എലിഫൻറ്റ്സ്, ആനകളുടെ കൂട്ടം നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഹിയർ ഈസ് എ സോങ് ഫോർ യു, സിങ് ഇറ്റ് എ ലൗഡ്, ആഡ് മോർ ലൈൻസ് ടു ഇറ്റ്. എന്താണ്, ഇവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട്, അത് ഒച്ചത്തിൽ പാടുക. അതിനകത്ത് വിട്ടുപോയ കുറച്ച് ലൈൻസ് അത് നമ്മളോട് പൂരിപ്പിക്കാനാണ് പറയുന്നത് കേട്ടോ. Storm, storm, storm around, elephants marching on the ground. Step in line, let's dance, 1 2 3, here we go. ആനകൾ സ്റ്റോം എന്ന് പറയുന്നത് ശക്തിയിൽ നിലത്ത് ചവിട്ടുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ആനകൾ ശക്തിയിൽ ചവിട്ടി പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെയോ, ഫ്ലാപ്പ് ഫ്ലാപ്പ് ഇയർ സോ വൈഡ്, എലിഫൻറ്റ് swaying side to side. സ്റ്റെപ്പ് ഇൻ ലൈൻ, ലെറ്റ്സ് ഡാൻസ്, 1 2 3, ഹിയർ വി ഗോ. ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ചിറകടിക്കുക. പിന്നെയോ, വലിയ ചിറകുകളിലെ വലിയ എന്താണ് ചിറകുകൾ പോലെയാണ് കാണുന്നത്. അതിങ്ങനെ എലിഫൻറ്റ്സ് 2 സൈഡിലേക്കും ആടി പോകുമ്പോൾ വലിയ ചിറകുകൾ പോലെ തോന്നുന്ന ചെവികളുണ്ട് അല്ലേ. അപ്പോൾ ഇതും ആനയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അടുത്തതോ, വേവ് വേവ് ട്രങ്ക് അപ്പ് ഹൈ. എന്താ ട്രങ്ക്? തുമ്പിക്കൈ കേട്ടോ. പിന്നെ എലിഫൻറ്റ്സ് വാക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട്, സ്റ്റെപ്പ് ഇൻ ലൈൻ, ലെറ്റ്സ് ഡാൻസ്, 1 2 3, ഹിയർ വി ഗോ. അവിടെ എന്താ പറയുന്നത്? തുമ്പിക്കൈ ആട്ടിപ്പോകുന്ന ആനയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എഴുതാം. അതിൻ്റെ അവർ തന്നിട്ടുണ്ട് വാഗ് വാഗ് ടെയിൽ സോ ഫാസ്റ്റ് അല്ലേ. വാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വാലാട്ടുന്നതിനാണ് പറയുക കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം? എലിഫൻറ്റ് സ്റ്റോമ്പിങ് ഓൺ ദ ഗ്രൗണ്ട്, സ്റ്റെപ്പ് ഇൻ ലൈൻ, ലെറ്റ്സ് ഡാൻസ്, 1 2 3, ഹിയർ വി ഗോ. അങ്ങനെ എഴുതാം. ഇനി നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ, വേറെ ലൈൻസ്. ആക്ടിവിറ്റി 3, ദി എലിഫൻറ്റ് ഫാമിലി. നോക്കാമല്ലോ എന്താണ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എലിഫൻറ്റ് ഫാമിലിയുള്ള ആൾക്കാരെയൊക്കെ തന്നിട്ടുണ്ട്. ആരൊക്കെയുള്ളത് നോക്കൂ. 6 ആൾക്കാരുണ്ടല്ലേ, അച്ഛനും അമ്മയും 4 മക്കളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ ദ ഫാമിലി? എത്ര ആൾക്കാരാണ് ഉള്ളത്? 6 ആൾക്കാരുണ്ടല്ലേ, അച്ഛനും അമ്മയും 4 മക്കളും. സോ ദർ ആർ 6 മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി. അങ്ങനെ എഴുതാം കേട്ടോ, അല്ലെങ്കിൽ വെറുതെ 6 എന്ന് എഴുതിയാലും മതി. ഇനി ഹൗ മെനി ചിൽഡ്രൻ ഡു ദ പാരൻസ് ഹാവ്? എത്ര കുട്ടികളാണ് പാരൻസിനുള്ളത്? ഹൗ മെനി ചിൽഡ്രൻ ഡു ദ പാരൻസ് ഹാവ്? മനസ്സിലായല്ലോ, ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. അപ്പോൾ എത്ര മക്കളാണ് പാരൻസിനുള്ളത്? അച്ഛനും അമ്മയ്ക്ക് എത്ര കുട്ടികളുള്ളത്? 4 ആൾക്കാരുണ്ട് അല്ലേ. യെസ്, ദ പാരൻസ് ഹാവ് 4 ചിൽഡ്രൻ. FOUR 4 കേട്ടോ. ദ പാരൻസ് ഹാവ് 4 ചിൽഡ്രൻ എന്ന് എഴുതണം. പിന്നെ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ചിൽഡ്രൻ. എന്തൊക്കെയാണ് അവരുടെ പേര് പറഞ്ഞേ? ബ്രൗൺ, ഡെല്ല, ലൂക്ക് ആൻഡ് ബേബി എലിഫൻറ്റ്. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലിറ്റിൽ വൺ കോൾഡ്? ഏറ്റവും ചെറിയ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സോറി. എന്താണ് വാട്ട് ഈസ് ദ ലിറ്റിൽ വൺ കോൾഡ്? ഏറ്റവും ചെറിയ കുട്ടിയുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അവനെ വിളിച്ചത് എന്താണ്? ബേബി എലിഫൻറ്റ് എന്നാണ് കേട്ടോ. ഇനി ആക്ടിവിറ്റി 4, ദ ഫാദർ എലിഫൻറ്റ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. എന്താ പറയുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ അഭിസംബോധന നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വേറെ ആൾ ഇത് ഞാനാണ്, ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ ഭാര്യയാണ്, മക്കളാണ് എന്ന് നമ്മൾ പറയില്ലേ. അങ്ങനെ മറ്റൊരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്? ഫാദർ എലിഫൻറ്റ് അയാളെയും അയാളുടെ ഫാമിലിയെയും ആർക്കോ ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ്. അപ്പോൾ എങ്ങനെയാണ് പറയാൻ നോക്കാമല്ലോ. ഫാദർ എലിഫൻറ്റ് പറയാണ്, ഹായ് ഐ ആം ദ ഫാദർ എലിഫൻറ്റ്. ഹായ് ഐ ആം ദ ഫാദർ എലിഫൻറ്റ്. ഞാനാണ് ഫാദർ എലിഫൻറ്റ്. ഓക്കെ, പിന്നെയോ അപ്പോൾ അടുത്തത് ഭാര്യനെ ചേർത്ത് നിർത്തി പറയലാണ്, ദിസ് ഈസ് മൈ, എന്താ പറയുക ഭാര്യയ്ക്ക്? വൈഫ് അല്ലേ, WIFE, വൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യ. ദിസ് ഈസ് മൈ വൈഫ്. ഇനി ഇതെൻ്റെ ഹസ്ബൻഡാണെന്ന് എങ്ങനെയാണ് പറയുക? ഇതെൻ്റെ ഭർത്താവാണ് എന്ന് എങ്ങനെയാണ് പറയുക? ദിസ് ഈസ് മൈ ഹസ്ബൻഡ് എന്ന് പറയാം കേട്ടോ. ദിസ് ഈസ് മൈ ഹസ്ബൻഡ് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ദിസ് ഈസ് മൈ വൈഫ്. മനസ്സിലായാലോ മക്കളെ? ഇനി അടുത്തത് എന്താണ്? മോളെ പരിചയപ്പെടുത്തലാണ്. എങ്ങനെയാണ് പറയുക? ദാറ്റ് ഈസ് ഡെല്ല. ഓക്കെ, ദാറ്റ് ഈസ് ഡെല്ല. അതാണ് ഡെല്ല.
അവൾ എൻ്റെ മകളാണ് എന്ന് പറയണത്. അവിടെ മൈ ഡോട്ടർ എന്ന് എഴുതുന്നത് DAUGHTER എന്ന് പറഞ്ഞാൽ മകൾ എന്നുള്ള അർത്ഥമാണ്. അവൾ എൻ്റെ മകളാണെന്ന് എങ്ങനെയാണ് പറയുക? അവൾ എന്ന് എങ്ങനെയാണ് പറയുക? ഷീ. ഓക്കെ, ഷീ ഈസ് മൈ ഡോട്ടർ. ഷീ ഈസ് മൈ ഡോട്ടർ. ഇനി അടുത്തയാളെ പരിചയപ്പെടുത്തലാണ്. നോക്കി, അടുത്തയാൾ ആരാണ്? ദിസ് ഈസ് ഡാഷ് ആൻഡ് ഡാഷ് ഈസ് മൈ ഫസ്റ്റ് സൺ. ആരാ ഫസ്റ്റ് സൺ? ആരാ? മൂത്ത മോൻ ആരായിരുന്നു? ബ്രൗൺ അല്ലേ. അപ്പം എങ്ങനെ എഴുതുക? ദിസ് ഈസ് ബ്രൗൺ. എന്നിട്ട് എന്തെങ്കിലും എഴുതണം? അവൻ എൻ്റെ മൂത്ത മകൻ അല്ലെ, ഫസ്റ്റ് സൺ ആണ്. എങ്ങനെ എഴുതും? ഹീ ഈസ്, അവനാണ്. ഹീ ഈസ് മൈ ഫസ്റ്റ് സൺ. മനസ്സിലായാലും? ഇനി അടുത്തത് സെക്കൻഡ് സൺ, മൈ സെക്കൻഡ് സൺ എന്ന് പറയണം. അപ്പോൾ എങ്ങനെ പറയാം? ദിസ് ഈസ് മൈ സെക്കൻഡ് സൺ. ഓക്കെ, അടുത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പറയാണ് ദിസ് ഈസ് മൈ സെക്കൻഡ് സൺ. ഇതെൻ്റെ എന്താണ് രണ്ടാമത്തെ മകനാണ്. ഹിസ് നെയിം ഈസ് ലൂക്ക്. അവൻ്റെ പേരെന്താണ്? ലൂക്ക് എന്നാണ്. ഓക്കെ, ഇതെൻ്റെ രണ്ടാമത്തെ മകനാണ്, അവൻ്റെ പേര് ലൂക്ക് എന്നാണ്. ഇനിയോ മൂന്നാമത്തെ ആളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയാം? ദിസ് ഈസ് ബേബി എലിഫൻറ്റ്. ഹീ ഈസ് മൈ തേർഡ് സൺ. ഇനി ആക്ടിവിറ്റി 5. ദ ബേബി എലിഫൻറ്റ് ഈസ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട്സ്. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. എന്താണ്? നമ്മുടെ ബേബി എലിഫൻറ്റ് അവൻ്റെ കൂട്ടുകാരോടൊക്കെ പോയിട്ട് സംസാരിക്കലാണ്. ഇനി അവരുടെ കോൺവെർസേഷൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ബേബി എലിഫൻറ്റ് പറയുന്നത്? ഐ ആം ബിഗ്. ഞാൻ വളരെ വലുതാണ്. ഐ ആം ബിഗ്. ഞാൻ വലുതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് ആന എന്താണ്? അവനെക്കാളും വലിയതാണ് അല്ലേ. അവൻ പറയുന്നത് നോ യു ആർ നോട്ട്. നീ വലുതല്ല. നോ യു ആർ നോട്ട്. യു ആർ സ്മോൾ. ഇപ്പോൾ ബിഗിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സ്മോൾ. യു ആർ നോട്ട് ബിഗ്, യു ആർ സ്മോൾ. അപ്പോൾ ബിഗിൻ്റെ ഓപ്പോസിറ്റ് പഠിച്ചോ? സ്മോൾ. ഇനി അങ്ങനെ നമ്മുടെ ബേബി എലിഫൻറ്റ് പോയിട്ട് ജിറാഫിനോട് പറയലാണ് കേട്ടോ. എന്താ പറയുന്നത്? ഐ ആം ടോൾ. എന്താ പറയുന്നത്? ഐ ആം ടോൾ. എനിക്ക് വളരെ നീളം കൂടി, ഞാൻ നല്ല നീളം കൂടിയ ആളാണെന്ന് പറഞ്ഞു. അപ്പം എന്താ ജിറാഫിൻ്റെ പ്രത്യേകത? ഏറ്റവും കൂടുതൽ നീളമുള്ള ജീവിയാണ് ജിറാഫ് അല്ലേ. ജിറാഫിൻ്റെ കഴുത്ത് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? അത്രയും നീളമാണ്. അപ്പം ജിറാഫ് പറയലാണ് നോ യു ആർ നോട്ട് ടോൾ. നോ 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 നോ, നീ ടോൾ അല്ല, നീ നീളം കൂടിയ ആളല്ല. യു ആർ ഷോർട്ട്. യു ആർ ഷോർട്ട്. നീ വളരെ ഉയരം കുറഞ്ഞ ആളാണ് കേട്ടോ. അപ്പോൾ ടോളിൻ്റെ ഓപ്പോസിറ്റ് ഷോർട്ട്. TALL ടോൾ. SHORT ഷോർട്ട് കേട്ടോ. ഇനി അപ്പോൾ എന്താണ് നമ്മുടെ ആനക്കുട്ടി എന്തായിരിക്കും? എപ്പോഴും തടിച്ചിട്ടുണ്ടാവുക അല്ലേ, വണ്ണം കൂടിയിട്ടുണ്ടാവുക. അങ്ങനെ വണ്ണം കൂടി നമ്മളെ ബേബി എലിഫൻറ്റ് പോയിട്ട് നമ്മളെ കുഞ്ഞനായ മുയലിനോട് പറയലാണ്. എന്താ പറയുന്നത്? ഐ ആം ലീൻ. ഞാൻ വളരെ മെലിഞ്ഞിട്ടാണ്. ഞാൻ എന്താണ്? ഐ ആം ലീൻ. ഞാൻ വളരെ തടിയൊക്കെ കുറഞ്ഞ് മെലിഞ്ഞ ആളാണെന്ന് പറഞ്ഞു. ഐ ആം ലീൻ. അപ്പോൾ നമ്മുടെ മുയൽ പറയുന്നത് നോ യു ആർ നോട്ട് ലീൻ, യു ആർ ഫാറ്റ്. നീ മെലിഞ്ഞിട്ടല്ല, നീ തടിച്ചിട്ടാണ്. അപ്പോൾ ഫാറ്റിൻ്റെ ഓപ്പോസിറ്റ് ലീൻ കേട്ടോ. അപ്പോൾ 3 ഓപ്പോസിറ്റ് പഠിച്ചു. ബിഗ്, സ്മോൾ, ടോൾ, ഷോർട്ട്, ഫാറ്റ്, ലീൻ. ഇനി ആക്ടിവിറ്റി 6. ഐ വോണ്ട് ആൻ ഐസ്ക്രീം. ദ ബേബി എലിഫൻറ്റ് സെഡ്. എന്താണ്? എനിക്ക് ഐസ്ക്രീം വേണം അല്ല. ഐ വോണ്ട് ആൻ ഐസ്ക്രീം. എനിക്ക് എന്തായാലും ഐസ്ക്രീം വേണമെന്ന് ബേബി എലിഫൻറ്റ് പറഞ്ഞു. നോ ദ മദർ സെഡ്. നോ മോർ ഐസ്ക്രീംസ്, കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. എന്താണ്? ഇന്ന് മുതൽ ഐസ്ക്രീമും ഇല്ല, ബിസ്ക്കറ്റ്സും ഇല്ല, കേക്കും ഒന്നുമില്ല ഇന്ന് മുതലെന്ന് അമ്മ എലിഫൻറ്റ് പറഞ്ഞു. ദ ലിറ്റിൽ എലിഫൻറ്റ് ഫെൽറ്റ് സാഡ്. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്സ്. എന്താണ്? ആ ലിറ്റിൽ എലിഫൻറ്റ് സങ്കടം വന്നു. എന്തൊക്കെയായിരിക്കും സങ്കടപ്പെട്ട ലിറ്റിൽ എലിഫൻറ്റ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മളോട് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയായിരിക്കും? ഓ നോ ഐ റിയലി വോണ്ടഡ് ആൻ ഐസ്ക്രീം. എനിക്ക് എന്തായാലും എനിക്കൊരു ഐസ്ക്രീം തിന്നണമായിരുന്നു. വൈ ഡിഡ് അമ്മ സേ നോ? വൈ ഡിഡ് അമ്മ സേ നോ? എന്തുകൊണ്ടായിരിക്കും അമ്മ നോ പറഞ്ഞത്? മദർ വാണ്ട്സ് മീ ടു ബി ഹെൽത്തി. അമ്മയ്ക്ക് ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം, അതുകൊണ്ടായിരിക്കും. ഐ വിൽ ലിസൺ ടു ഹെർ. ഞാൻ എന്തായാലും അമ്മേനെ അനുസരിക്കാം. മോം വിൽ ബൈ മീ ആൻ ഐസ്ക്രീം അനദർ ഡേ. എന്താണ്? വേറൊരു ദിവസം എന്തായാലും എനിക്ക് അമ്മ ഐസ്ക്രീം വാങ്ങിത്തരും. ഐ വിൽ ഈറ്റ് ഫ്രൂട്ട്സ് ഇൻസ്റ്റഡ്. ഞാൻ എന്താണ് ഇപ്പോൾ ഐസ്ക്രീമിന് പകരം ഞാനിപ്പോൾ എന്താണ് ഫ്രൂട്ട്സ് കഴിക്കാം എന്നാണ് കുട്ടി ചിന്തിക്കുക അല്ലേ. നല്ല മക്കളാണ് അങ്ങനെയല്ലേ ചിന്തിക്കുക. അമ്മമാർ എന്താണ് നമുക്ക് നല്ലതിനെ അമ്മമാർ പറയുള്ളൂ അല്ലേ. നിങ്ങളോട് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ദോഷമുള്ളതുകൊണ്ടാണ് നമ്മുടെ അമ്മമാർ അങ്ങനെ പറയുക അല്ലേ. ആക്ടിവിറ്റി 7. ദി എലിഫൻറ്റ് കിഡ്സ് ലൈക്ക് ടു ഈറ്റ് മെനി തിങ്സ്. വാട്ട് ഡസ് ദ മദർ സേ? കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. എന്താണ്? എലിഫൻറ്റിൻ്റെ മക്കൾ അല്ലെ, കുഞ്ഞ് എലിക്കുട്ടികൾ എന്താണ്? അവർക്ക് പല സാധനങ്ങളും കഴിക്കാൻ ഇഷ്ടമുണ്ട്. വാട്ട് ഡസ് ദ മദർ സേ? അമ്മ എന്തായിരിക്കും പറയുക? കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവരുടെ കോൺവെർസേഷൻ, സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബേബി എലിഫൻറ്റ് ചോദിക്കലാണ് ക്യാൻ ഐ ഈറ്റ് സം സ്വീറ്റ്സ്? അമ്മേ ഞാൻ കുറച്ച് സ്വീറ്റ്സ്, മധുരമുള്ള എന്തെങ്കിലും മധുരപലഹാരങ്ങൾ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. നോ യു കാണ്ട്. മധുരപലഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. നോ യു കാണ്ട് എന്ന് അമ്മ പറഞ്ഞു. ഇനി അടുത്ത നോക്കിയേ, അമ്മ എന്താ പറയുന്നത്? യെസ് യു ക്യാൻ. നിനക്ക് കഴിക്കാം, കുഴപ്പമില്ല, നീ കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും കുട്ടി ചോദിച്ചിട്ടുണ്ടാവുക? എന്തോ നല്ല സാധനമായിരിക്കും അല്ലേ.
അപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും നല്ല ഫുഡാണ് ചോദിച്ചത് കുട്ടി. അപ്പോൾ നമുക്കിവിടെ ക്യാൻ ഐ ഈറ്റ് സം ഫ്രൂട്ട്സ് എന്ന് ചോദിക്കാം, ക്യാൻ ഐ ഈറ്റ് സം ഫ്രൂട്ട്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ക്യാൻ ഐ ഈറ്റ് ദിസ് ബനാന എന്ന് ചോദിക്കാം, അല്ലേ, ക്യാൻ ഐ ഈറ്റ് ദിസ് ബനാന എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ എഴുതാം, ക്യാൻ ഐ ഈറ്റ് സം ഫ്രൂട്ട്സ്, ഞാൻ കുറച്ച് പഴങ്ങൾ കഴിച്ചോട്ടെ എന്ന്. അപ്പോൾ എന്താ പറയുന്നത്, യെസ് യു ക്യാൻ. എന്നെ എന്താ ചോദിക്കുന്നത്, മേ ഐ ബൈ എ കേക്ക്, ഞാനൊരു കേക്ക് വാങ്ങിക്കോട്ടെ, മേ ഐ ബൈ എ കേക്ക്, ഞാനൊരു കേക്ക് വാങ്ങിക്കോട്ടെ. അപ്പോൾ എന്തായിരിക്കും അമ്മ പറയുക, അവിടെ നോ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ, അപ്പം നോ യു മെ നോട്ട്, നിനക്ക് നീ വാങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത്. നോ യു മെ നോട്ട് ബൈ എ കേക്ക്. അവിടെ യു കാണ്ട് എന്ന് എഴുതാം കേട്ടോ, പക്ഷേ മെ നോട്ട്, മേ ആയതുകൊണ്ട് മെ നോട്ടാണ് കൂടുതൽ കറക്റ്റ്. യു കാണ്ട് എന്ന് എഴുതിയാലും ഓക്കെ തന്നെയാണ്. ഇനി ആക്ടിവിറ്റി 8, ഡു യു നോ യുവർ വെയ്റ്റ് ആൻഡ് ഹൈറ്റ്, ഷാൽ വി മെഷർ ദം, യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു പ്രിപ്പയർ യുവർ ഹെൽത്ത് കാർഡ്. എന്താണ്, നിങ്ങളുടെ വെയ്റ്റും ഹൈറ്റും ഒക്കെ നിങ്ങൾക്കറിയോ, നിങ്ങളുടെ വെയ്റ്റ് എത്രയാണെന്നറിയോ, എത്ര കിലോ വെയിറ്റ് എന്നറിയോ, ഹൈറ്റ് അറിയോ, എത്ര സെൻറ്റിമീറ്റർ നിങ്ങളുടെ ഹൈറ്റ് എന്നറിയോ, അതൊക്കെ മെഷർ ചെയ്തിട്ട് അളന്നിട്ട് എഴുതാനാണ് പറയുന്നത്. നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെയാണ് മൈ ഹെൽത്ത് കാർഡ് ഉണ്ടാവുക. ഹെൽത്ത് കാർഡ് ഇതുപോലെ എഴുതേണ്ടത്, നിങ്ങളുടെ പേര് എഴുതണം, അവിടെ എന്താണ് നിങ്ങളുടെ പേര് അത് എഴുതി വെക്കുക കേട്ടോ. ഇവിടെ വെറുതെ ഒരു പേര് എഴുതിയതാണ്, ആദിശങ്കർ എന്നൊരു പേര് ഞാൻ എഴുതിയതാണ്. ക്ലാസ് ഏതാ, നിങ്ങൾ 2ാം ക്ലാസ് ആണല്ലേ, അപ്പോൾ ക്ലാസ് 2nd സ്റ്റാൻഡേർഡ് എന്ന് എഴുതുക. നെയിം ഓഫ് ദ സ്കൂൾ എഴുതുക, നിങ്ങളുടെ ഏതാണ് സ്കൂളിൻ്റെ പേര്, അത് എഴുതുക. ഗവൺമെൻറ് HSS ഏതാണോ അത് എഴുതുക കേട്ടോ. പിന്നെ നിങ്ങളുടെ വയസ്സ് എത്രയാണ്, 2ാം ക്ലാസ് ആയതുകൊണ്ട് ഒരുവിധം മക്കളൊക്കെ 7 വയസ്സായിരിക്കും, ആരെങ്കിലും 8 ഉണ്ടെങ്കിൽ അതങ്ങനെ എഴുതുക കേട്ടോ, നോക്കി എഴുതുക. പിന്നെ നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ്, ഇപ്പോൾ ഇവിടെ വെറുതെ എഴുതിയിട്ടുണ്ട് 125 സെൻറ്റിമീറ്റർ. നിങ്ങളുടെ അളന്നിട്ട് ഒരു കറക്റ്റായിട്ടുള്ള അളവ് എഴുതുക. വെയിറ്റും അതുപോലെ തന്നെ നിങ്ങൾ അളന്നിട്ട് എഴുതുക കേട്ടോ, തൂക്കി നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് എഴുതാം. എഴുതുമ്പോൾ ഇതുപോലെ kg, കിലോഗ്രാമിൻ്റെ kg എന്ന് എഴുതണം. പിന്നെ ഹൈറ്റ് എഴുതുമ്പോൾ സെൻറ്റിമീറ്റർ എന്നാണ് എഴുതുക കേട്ടോ, 125 സെൻറ്റിമീറ്റർ എന്നൊക്കെയാണ് എഴുതുക കേട്ടോ. cm ഫോർ സെൻറ്റിമീറ്റർ, kg ഫോർ കിലോഗ്രാം അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതുക. ഇനി ആക്ടിവിറ്റി 9, ദ മദർ എലിഫൻറ്റ് ഹാസ് ഫിക്സ്ഡ് എ സ്പെഷ്യൽ മെനു ഫോർ ദ ഫാമിലി, വാട്ട് ഡസ് ഷീ സേ അബൌട്ട് ദ ഫുഡ്, കംപ്ലീറ്റ് ദർ കോൺവെർസേഷൻ. എന്താണ്, അമ്മ എലിഫൻ്റ് എന്താണ് ഒരു മെനു, എന്തൊക്കെയാണ് രാവിലെ ഇന്ന ഭക്ഷണം, ഉച്ചയ്ക്ക് ഇന്ന ഭക്ഷണം, രാത്രി ഇന്ന ഭക്ഷണം എന്നുള്ള രീതിയിലൊരു മെനു അമ്മ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അവരുടെ കോൺവെർസേഷൻ എഴുതാനാണ്, കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കലാണ്, നമ്മുടെ ബേബി എലിഫൻ്റ് ചോദിക്കലാണ്, വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, എന്താ ചോദിക്കുന്നത്, വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ രാവിലെ കഴിക്കുന്ന ഭക്ഷണം അല്ലേ, അതെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് അമ്മയും ചോദിച്ചു. അപ്പോൾ പറയലാണ് അമ്മ, വി ഹാവ് ഫ്രൂട്ട്സ് ആൻഡ് മിൽക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എന്തൊക്കെയാണ്, വി ഹാവ് ഫ്രൂട്ട്സ് ആൻഡ് മിൽക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട്സും ഉണ്ട്, പാലും ഉണ്ട്. ഇനി എന്താ നോക്കി, ഡെല്ല ചോദിക്കുന്നത് എന്താണ്, വാട്ട്സ് ഫോർ ഈവനിങ് ടീ, എന്താണ് വൈകുന്നേരത്തെ ചായക്ക് എന്താണുള്ളത്, വാട്ട്സ് ഫോർ ഈവനിങ് ടീ. അപ്പോൾ അമ്മ എലിഫൻ്റ് പറയലാണ്, വി ഹാവ് നട്ട്സ് ആൻഡ് ബനാനാസ് ഫോർ ഈവനിങ് ടീ. എന്തൊക്കെയുള്ളത്, നട്ട്സ് ഉണ്ട് അല്ലേ, കാഷ്യൂ നട്ട്സ് പോലുള്ള നട്ട്സ് ഉണ്ട്, പിന്നെ ബനാനാസ് ഉണ്ട്, പഴങ്ങളും ഉണ്ട്, പഴമുണ്ട് എന്നൊക്കെ, വാഴപ്പഴവും ഉണ്ട് വൈകുന്നേരത്തെ ചായക്കെന്ന് അമ്മ പറഞ്ഞു. ഇനി എന്താണ് അമ്മ പറയുന്നത് തന്നിട്ടുണ്ടല്ലേ, വി ഹാവ് കുക്കുംബർ ആൻഡ് കോക്കനട്ട്സ് ഫോർ ഡിന്നർ. എന്താണ്, വി ഹാവ് കുക്കുംബർ ആൻഡ് കോക്കനട്ട്സ് ഫോർ ഡിന്നർ. നമുക്ക് കുക്കുംബറും എന്താണ് വെള്ളരിക്കയും പിന്നെയോ കോക്കനട്ട്സ് തേങ്ങയാണ് വൈകുന്നേരത്തെ ഡിന്നറിനുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ഫാദർ എലിഫൻ്റ് ചോദിച്ചിട്ടുണ്ടാവുക, വാട്ട്സ് ഫോർ ഡിന്നർ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ, വാട്ട്സ് ഫോർ ഡിന്നർ. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം കേട്ടോ, നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. ഇനി ആക്ടിവിറ്റി 10, 10ാമത്തെ ആക്ടിവിറ്റിയാണ്, ഒബ്സർവ് ദ പിക്ചേഴ്സ് കെയർഫുള്ളി. ശ്രദ്ധയോടുകൂടി 2 ചിത്രങ്ങളും നോക്കുക. ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഈ 2 ചിത്രങ്ങൾ തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട് എന്താണ് താഴെ എഴുതാനാണ് പറയുന്നത് കേട്ടോ. നോക്കിയാൽ ചില ഡിഫറൻസസ് അവർ തന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ എന്താണ്, ദർ ഈസ് എ ക്ലോക്ക് ഓൺ ദ വാൾ. എന്താ പറയുന്നത്, വാളിൽ അല്ലേ, ചുമരിലൊരു ക്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു. അപ്പം മറ്റേ ചിത്രത്തിൽ നോക്കൂ, ദർ ഇസ് നോ ക്ലോക്ക് ഓൺ ദ വാൾ, അവിടെ ക്ലോക്ക് ഇല്ല, ദർ ഇസ് നോ ക്ലോക്ക് ഓൺ ദ വാൾ. പിന്നെയോ രണ്ടാമത്തേൽ തന്നിട്ടുണ്ട്, ദ ടി വി ഈസ് സ്വിച്ച്ഡ് ഓൺ, ടി വി ഓൺ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. നോക്കി ചിത്രം നോക്കി, രണ്ടും തമ്മിൽ നോക്കി എന്താണ്, ഒന്നിൽ ടി വി ഓൺ ആയിട്ട് ഒരു ഡോഗിൻ്റെ ഒരു പട്ടിയുടെ ചിത്രം കാണുന്നുണ്ട് അവിടെ അല്ലേ. രണ്ടും ഇപ്പുറത്തെ ഒന്നാമത്തെ ചിത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ, പിക്ചർ 1ൽ ഇല്ല, അത് ഓഫാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഒന്നാമത്തെ അതായത് പിക്ചർ 1ൻ്റെ താഴെ എഴുതണം, ദ ടി വി ഈസ് സ്വിച്ച്ഡ് ഓഫ്. എന്താണ് പിക്ചർ 1ൻ്റെ താഴെ മൂന്നാമത്തെ പോയിന്റ്, എ ഡോൾ ഇസ് ഓൺ ദ ഫ്ലോർ അല്ലേ, ഒരു പാവക്കുട്ടി നിലത്ത് കിടപ്പുണ്ട്. പിക്ചർ 2ൽ ദർ ഇസ് നോ ഡോൾ ഓൺ ദ ഫ്ലോർ, അവിടെ പാവക്കുട്ടി ഇല്ല. പിന്നെ നാലാമത്തത്, ദ ബുക്ക് ഹാസ് പിക്ചേഴ്സ് ഓഫ് ഗ്രേപ്സ് ആൻഡ് ബനാന. അവിടെ ഒരു ബുക്ക് തുറന്ന് വെച്ചിട്ടുണ്ട്, അതിനകത്ത് എന്തൊക്കെയുള്ളത്, ഗ്രേപ്സിൻ്റെയും ഒരു ബനാനയുടെയും ചിത്രമാണ് ഉള്ളത്. എന്നാൽ പിക്ചർ 2ൽ എന്താ ഉള്ളത്, ദ ബുക്ക് ഹാസ് പിക്ചേഴ്സ് ഓഫ് ആൻ ആപ്പിൾ ആൻഡ് മാംഗോ, ഒരു ആപ്പിളിൻ്റെയും മാംഗോയുടെയും ചിത്രമാണ് അതിലുള്ളത്.
അഞ്ചാമത്തതോ ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ദ ട്രീ. അവിടെ നോക്ക്, ഡാഡി എലിഫൻറ്റിൻ്റെ അല്ലെ അച്ഛൻ എലിഫൻറ്റ് ഫാദർ എലിഫൻറ്റിൻ്റെ ബാക്കിലായിട്ടൊരു മരം കാണുന്നുണ്ട്, അതിൻ്റെ മേലെ ഫ്ലവേഴ്സ് കാണുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ അതില്ല. സോ ദർ ആർ നോ ഫ്ലവേഴ്സ് ഓൺ ദ ട്രീ. ഇനി ആക്ടിവിറ്റി 11, 11ാമത്തെ ആക്ടിവിറ്റിയാണ്. ഡു യു പ്രാക്ടീസ് എക്സസൈസ് എവറി ഡേ? എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിൽ എക്സസൈസ് ചെയ്യാറുണ്ടോ? പിന്നെയോ ഹിയർ ആർ സം സിമ്പിൾ എക്സസൈസസ്. പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഈച്ച് എക്സസൈസ്. എന്താണ് ഇവിടെ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എന്താണ് ഇൻസ്ട്രക്ഷൻസ് നമ്മളോട് കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, സ്ട്രെച്ച് യുവർ ആംസ്. രണ്ട് കൈകളും സ്ട്രെച്ച് ചെയ്യുക, നിവർത്തി പിടിക്കുക. രണ്ടാമത്തെ ചിത്രം എന്താണ്, പുറകോട്ട് വളയലാണ്. ബെൻഡ് ബാക്ക്വേർഡ്സ്, പുറകോട്ട് വളയുക, ബെൻഡ് ബാക്ക്വേർഡ്സ്. ഇനി അടുത്ത എക്സസൈസ് നോക്കി, ബെൻഡ് ഫോർവേഡ് ആൻഡ് ഹോൾഡ് യുവർ ആംഗിൾസ്. മുന്നോട്ട് കുനിഞ്ഞിട്ട് നിങ്ങളുടെ ആംഗിൾസ് അല്ലെ കണങ്കാലുകൾ പിടിക്കുക. ബെൻഡ് ഫോർവേഡ് ആൻഡ് ഹോൾഡ് യുവർ ആംഗിൾസ്. ഇനി ലാസ്റ്റത്തെ എന്താണ്, കാൽ വിരലുകൾ തൊടലാണ് അല്ലേ. ടച്ച് യുവർ ടോസ്, ടച്ച് യുവർ ടോസ്. കീപ് യുവർ നീസ് സ്ട്രെയിറ്റ്. എന്താണ്, മുട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് കാൽ വിരലുകൾ തൊടുക. ടച്ച് യുവർ ടോസ്, കീപ് യുവർ നീസ് സ്ട്രെയിറ്റ്. ആക്ടിവിറ്റി 12, ദി എലിഫന്റ് ഫാമിലി ഈസ് ഇൻ ദ പാർക്ക്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ, ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. എന്താ പറയുന്നത്, എലിഫന്റ് ഫാമിലി എല്ലാവരും പാർക്കിലാണുള്ളത്. ഈ ചിത്രം നോക്കിയിട്ട് ഈ ഇവൻറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. സ്റ്റോറി പോലും എഴുതണ്ട, ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇനി എല്ലാ പാരഗ്രാഫ് പോലെയാണ് അങ്ങനെ. സോ നമുക്കിവിടെ പോയിന്റ് ആയിട്ട് എഴുതാം. ദി എലിഫന്റ് ഫാമിലി ഈസ് ഇൻ ദ പാർക്ക്. എലിഫന്റ് ഫാമിലി പാർക്കിലാണുള്ളത്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. The mother elephant and the father elephant are exercising. എന്താ ചെയ്യുന്നത്, the mother elephant and the father elephant are exercising. എക്സസൈസ് ചെയ്യലാണ്. Della is swinging. Della എന്താ ചെയ്യുന്നത്, ഊഞ്ഞാലാടുകയാണ്. And the baby elephant is playing with a ball. ബേബി എലിഫന്റ് ഒരു ബോൾ വെച്ച് കളിക്കലാണ്. ഇനി അടുത്ത ചിത്രം നോക്കി, എന്താണ്, ബേബി എലിഫന്റിന്റെ ബോൾ പോയിട്ട് ഒരു മരത്തിന്റെ മേലെ കുടുങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് വലുതായിട്ട് കാണാൻ എന്താണ്, ഡെല്ല അല്ലേ, താഴെ വീണിട്ടുണ്ട് അല്ലേ, ഊഞ്ഞാലാടുമ്പോൾ താഴെ വീണ് കിടക്കുന്നത് കാണുന്നുണ്ട്. The baby elephant's ball is stuck in a tree. എന്താണ്, the baby എലിഫന്റിന്റെ ബോൾ, ബേബി എലിഫന്റിന്റെ ബോൾ ഒരു മരത്തിൽ സ്റ്റക്കായി. He starts crying. അവൻ കരയാൻ തുടങ്ങി. At the same time Bella falls from the swing. ആ സമയത്ത് തന്നെ എന്ത് പറ്റി, ബെല്ല ഊഞ്ഞാലിന്റെ മേലെയും താഴെ വീണു. She faints. അവളുടെ ബോധം കിട്ടും, അവൾക്ക് ബോധം കിട്ടുപോയി. ഇനി എന്താ ഈ ചിത്രത്തിൽ കാണാൻ നോക്കി, അച്ഛനൊരു വടിയിൽ എടുത്തു കൊണ്ടുവന്നിട്ട് മരത്തിന്റെ മേലെ നിന്ന് ബോൾ ഉന്തിരുന്നുണ്ട്. അതേസമയം അമ്മ എന്താ ചെയ്യുന്നത്, വെള്ളം കൊണ്ടുവന്നിട്ട് ഡെല്ലയുടെ മേലെ തളിച്ചിട്ട് അവൾക്ക് ബോധം എന്താണ്, അവളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് അല്ലേ. അതിന് നോക്കാലോ, സെന്റൻസ് എങ്ങനെയാണെന്ന് നോക്കാലോ. ദ മദർ എലിഫന്റ് ബ്രിങ്സ് സം വാട്ടർ ആൻഡ് സ്പ്രിങ്കിൾസ് ഇറ്റ് ഓൺ ബെല്ല. എന്താണ്, അമ്മ എലിഫന്റ് കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ബെല്ലയുടെ മുകളിൽ തളിച്ചു. ബെല്ല ഓപ്പൺസ് ഹെർ ഐസ്. ദ മദർ എലിഫന്റ് ഈസ് ഹാപ്പി. കണ്ണു തുറന്നു, അമ്മ എലിഫന്റ് സന്തോഷിച്ചു. ദ ഫാദർ എലിഫന്റ് ബ്രിങ്സ് എ ലോങ് സ്റ്റിക്ക്. വലിയൊരു വടി എടുത്തുകൊണ്ട് വന്നു. ഹി ടേക്സ് ദ ബോൾ ഡൗൺ ഫ്രം ദ ട്രീ. അങ്ങനെ എന്താണ്, വടി കൊണ്ട് തട്ടിയിട്ട് ബോൾ മരത്തിൻ്റെ മേലെയും താഴെ എടുത്തു. ആൻഡ് ദ ലിറ്റിൽ എലിഫന്റ് ഫീൽസ് ഹാപ്പി ടു. അങ്ങനെ എന്താണ്, ബേബി എലിഫന്റിന് ഹാപ്പിയായി. ഇനി ആക്ടിവിറ്റി 13, ഡെക്കറേറ്റ് ദ കേക്ക് ആൻഡ് കളർ ഇറ്റ്. ഓക്കെ, ഒരു കേക്കിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അത് നമ്മളെ കൊണ്ടാവുന്ന പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കളർ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, കുറച്ച് ബലൂൺസൊക്കെ വരച്ചു കൊടുക്കുക, അതിൻ്റെ മേലെ ഒരു ക്യാൻഡിൽ വരച്ചു കൊടുക്കാം, ഇതുപോലെ സ്റ്റാർസും ഹാർട്ടും പിന്നെ എന്താണ് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചതിനെ ബ്യൂട്ടിഫുൾ ആക്കുക കേട്ടോ. ഇത് നല്ല കളറൊക്കെ ചെയ്ത് സൂപ്പറാക്കുക കേട്ടോ. ഇനി ആക്ടിവിറ്റി 14, 14ാമത്തെ ആക്ടിവിറ്റി, വി ഡോണ്ട് ഈറ്റ് ദ കേക്ക്. വി ഡോണ്ട് ഈറ്റ് ദ കേക്ക്. ഓക്കെ, നമ്മൾ ഈ കേക്ക് തിന്നില്ല. ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഫോർ ഗസ്റ്റ്സ്. എന്താണ്, നമുക്കിത് അതിഥികൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി വെക്കാം. ദ മദർ സെഡ്. ദ ബേബി എലിഫന്റ് ഫെൽറ്റ് വെരി സാഡ്. എന്താണ്, ബേബി എലിഫന്റ് ഭയങ്കര സങ്കടമായി ഇത് കേട്ടപ്പോൾ അല്ലേ. ഹി പിക്ക് ദ മൊബൈൽ ഫോൺ ആൻഡ് കോൾ ഹിസ് ഗ്രാൻഡ്മ. എന്താണ്, ഫോൺ എടുത്തിട്ട് മുത്തശ്ശീനെ വിളിച്ചു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രാൻഡ്മ ആൻഡ് ദ ബേബി എലിഫന്റ്. എന്താണ്, മുത്തശ്ശിയും ബേബി എലിഫൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ, അവർ തമ്മിലുള്ള സംഭാഷണം ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ബേബി എലിഫൻറ്റ് എന്താ പറയുക, ഹലോ ഗ്രാൻഡ്മ പറയല്ലേ. ഹലോ ഗ്രാൻഡ്മ പറയുമ്പം ഗ്രാൻഡ്മ തിരിച്ചു ചോദിക്കുക, ഹായ് മൈ ബേബി, വാട്ട് ഈസ് ദ മാറ്റർ. എന്താ മോനെ, എന്താ ഇപ്പോൾ വിളിച്ചത് എന്ന് ചോദിക്കലാണ്. ബേബി എലിഫൻറ്റ് പറയുന്നത്, ഗ്രാൻഡ്മ ഡിഡ് യു സെൻഡ് എ കേക്ക് ഫോർ us. മുത്തശ്ശി, നിങ്ങൾ ഞങ്ങൾക്കൊരു കേക്ക് അയച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗ്രാൻഡ്മ പറഞ്ഞു, യെസ് ഐ സെൻറ്റ് എ കേക്ക്. ദിസ് ഈസ് മൈ ഗിഫ്റ്റ് ഫോർ യു ഓൾ. എന്താണ്, എൻ്റെ സമ്മാനമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു സമ്മാനം ഞാൻ കൊടുത്തയച്ചതാണ്. അപ്പോൾ ബേബി എലിഫൻറ്റ് പറയലാണ്, മദർ സേസ് വി ഷുഡ് കീപ്പ് ഇറ്റ് ഫോർ ദ ഗസ്റ്റ്സ്. ഐ ഫീൽ വെരി സാഡ്. അമ്മ പറയലാണ് അത് ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി കീപ്പ് ചെയ്യണമെന്ന് പറയലാണ്, സൂക്ഷിക്കണമെന്ന് പറയലാണ്. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു മുത്തശ്ശി എന്ന് ആര് പറഞ്ഞു, ബേബി എലിഫൻറ്റ് പറഞ്ഞു. അപ്പോൾ ഗ്രാൻഡ്മ പറയലാണ്, ഡോണ്ട് ബി സാഡ് മൈ ഡിയർ. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മോനെ, യു ക്യാൻ ഈറ്റ്, നിനക്ക് കഴിക്കാം. ഐ വിൽ ടെൽ യുവർ മദർ. ഞാൻ നിൻ്റെ അമ്മേനെ വിളിച്ച് പറയാം, നിനക്കത് കഴിക്കാം, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നായിരിക്കും മുത്തശ്ശി പറയുക അല്ലേ. ആക്ടിവിറ്റി 15,
ദ ബേബി എലിഫൻറ്റ് സ്ലോലി ഗോട്ട് ഡൗൺ ഫ്രം ദ ബെഡ്. എന്താണ് പതുക്കെ കട്ടിൽ നിന്ന് എണീറ്റ് അല്ലേ, ഉറങ്ങാൻ കിടന്ന ആളാണ്, പതുക്കെ എഴുന്നേറ്റു. എന്നിട്ടോ ഡെല്ല സോ ദിസ്, ഡെല്ല ചേച്ചി ഡെല്ല അത് കണ്ടു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഡെല്ല ആൻഡ് ദ ബേബി എലിഫൻറ്റ്. എന്താണ് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നുണ്ടാവുക ബേബി എലിഫൻറ്റ്? കിച്ചണിലേക്കായിരിക്കും അല്ലേ, നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണ്? ഡിയർ വേർ ആർ യു ഗോയിങ് ചോദിച്ചു. എന്ത് ചോദിച്ചു? മോനെ അല്ലെങ്കിൽ മോളെ അല്ലെങ്കിൽ കുട്ട, നീ എന്നെ സ്നേഹത്തോടെ വിളിക്കില്ലേ? ഡിയർ വേർ ആർ യു ഗോയിങ്, നീ എവിടെയാണ് മോനെ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറയലാണ് ബേബി എലിഫൻറ്റ്, ഐ എം ഹംഗ്രി, ഐ വോണ്ട് ടു ഈറ്റ് ദ കേക്ക്. എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്കിപ്പോഴാണ് കേക്ക് തിന്നണമെന്ന് പറഞ്ഞു. അപ്പം ഡെല്ല പറയാണ്, ബട്ട് മദർ സെഡ് നോട്ട് ടു ഈറ്റ് ദ കേക്ക്. അമ്മ പറഞ്ഞില്ലേ അത് തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കലാണ് ഡെല്ല. അപ്പോൾ പറയണം, ഓ നോ, ഓക്കെ ഐ വിൽ വെയിറ്റ് ദെൻ അല്ലേ. ഓക്കെ എൻ്റെ അപ്പോൾ എന്നാൽ ശരി, ഞാനെന്നാൽ വെയിറ്റ് ചെയ്യാം എന്ന് സങ്കടത്തോടു കൂടി പറയലാണ് ആരാണ് ബേബി എലിഫൻ്റ് അല്ലേ. കാരണം ബേബി എലിഫൻ്റ് മുഖം നോക്കി സങ്കടത്തോടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം, കഴിക്കേണ്ടതെന്നാണ് ഡെല്ലയും പറഞ്ഞിട്ടുണ്ടാവുക. ആക്ടിവിറ്റി 16. അറ്റ് നൈറ്റ് ദ മദർ എലിഫൻറ്റ് ഓൾസോ വാസ് തിങ്കിങ് അബൌട്ട് ദ കേക്ക്. റൈറ്റ് ഡൗൺ ഹെർ തോട്ട്സ്. എന്താണ് രാത്രിയായപ്പോൾ അമ്മ എലിഫൻറ്റ് എന്താണ് ഈ കേക്കിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ എലിഫൻറ്റ് എന്തൊക്കെയായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക? റൈറ്റ് ഡൗൺ ഹെർ തോട്ട്സ്. അവരുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറയുന്നത്. എന്താ ചിന്തിക്കുന്ന അമ്മയും ലാസ്റ്റ് ഒരു പീസ് തിന്നാൻ വേണ്ടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അമ്മയും അത് തിന്നുന്നതിനെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. ദ കേക്ക് ലുക്ക് സോ യമ്മി. ആ കേക്ക് നല്ല ടേസ്റ്റ്, നല്ല കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നുന്നു. ഷാൽ ഐ ഈറ്റ് വൺ പീസ്? ഞാൻ പോയിട്ട് ഒരു കഷ്ണം എടുത്ത് തിന്നാലോ? ബട്ട് ഐ ടോൾ മൈ ചിൽഡ്രൻ നോട്ട് ടു ഈറ്റ് ഇറ്റ്. എന്താണ് ബട്ട് ഐ ടോൾ മൈ ചിൽഡ്രൻ നോട്ട് ടു ഈറ്റ് ഇറ്റ്? ഞാൻ എൻ്റെ മക്കളോട് തിന്നരുതെന്നും പറഞ്ഞു പോയല്ലോ. എനിവേ ഐ വിൽ ഈറ്റ് വൺ പീസ്. എന്തായാലും ഞാനൊരു പീസ് എടുത്ത് കഴിക്കാം. ഐ വിൽ ഗിവ് സം കേക്ക് ടു മൈ ചിൽഡ്രൻ ടുമോറോ. എന്താണ് നാളെ ഞാൻ അവർക്കും കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഏതായാലും ഞാനൊരു കഷ്ണം എടുത്ത് കഴിക്കാം. ഐ വിൽ കീപ് ദ റെസ്റ്റ് ഫോർ ദ ഗസ്റ്റ്. ബാക്കിയുള്ളത് ഞാൻ ഗസ്റ്റിന്, അതിഥികൾക്ക് കൊടുക്കാം എന്നായിരിക്കും അമ്മ ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ. ആക്ടിവിറ്റി 17. ഹിയർ ആർ സം ഡയലോഗ്സ് ഫ്രം ദ സ്റ്റോറി. ഹൂ സെഡ് ദിസ്? റൈറ്റ് ദ നെയിം ഓഫ് ദ ക്യാരക്ടർ ബിലോ ഈച്ച് ഡയലോഗ്. എന്താണ് നമ്മുടെ സ്റ്റോറിയിൽ കുറച്ച് ഡയലോഗ്സാണ് തന്നിരിക്കുന്നത്. ഇത് ആരാണ് പറഞ്ഞത് എന്ന് നമ്മുടെ എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ പേര് ആരാണോ പറഞ്ഞത് അവരുടെ പേര് ഈ സെൻറ്റൻസിൻ്റെ താഴെ എഴുതണം. ഒന്നാമത് നോക്കിയേ, വി നീഡ് ടു ഈറ്റ് ലെസ് ആൻഡ് വർക്ക് മോർ. അങ്ങനെ ആരാ പറഞ്ഞത്? വി നീഡ് ടു ഈറ്റ് ലെസ്, കുറച്ച് കഴിച്ചിട്ട് കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് ആരാണ്? അമ്മയാണ് അല്ലേ. അമ്മ എലിഫൻ്റാണ്, മദർ എലിഫൻറ്റ്. രണ്ടാമത്തത് കേക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. എന്നാരാ പറഞ്ഞത്? ലാസ്റ്റ് നമ്മുടെ ബേബി എലിഫൻറ്റ് പറയുന്നതാണ് കേട്ടോ. പിന്നെ മോം ക്യാൻ വി വാച്ച് ടെലിവിഷൻ? അമ്മേ ഞങ്ങൾ TV കണ്ടോട്ടെ എന്ന് ചോദിച്ചത് ആരാണ്? ബ്രൗൺ അല്ലേ, BROWN, ബ്രൗൺ ആണ് മൂത്തയാൾ. ഇറ്റ് ഈസ് എ സ്പോഞ്ച് കേക്ക്. ഇതൊരു സ്പോഞ്ച് കേക്കാണെന്ന് പറഞ്ഞ ആളാരാ? ലൂക്കാണ്. ഓക്കെ, LUKE, ലൂക്ക്. ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ. ഇതിൻ്റെ മേലെയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയത് ഷുഗർ കൊണ്ടാണ് എന്ന് പറഞ്ഞത് ഡെല്ലയാണ്. ഇനി ആക്ടിവിറ്റി 18. യു ഹാവ് റെഡ് ദ സോങ് ഇഫ് യു മീറ്റ് എൻ എലിഫൻറ്റ് അല്ലേ. നമ്മൾ ഇഫ് യു മീറ്റ് എൻ എലിഫൻറ്റ് എന്നുള്ള സോങ് നമ്മൾ വായിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു. ഹൗ വിൽ യു സിങ് ഇറ്റ്? ഇഫ് യു മീറ്റ് അനദർ ഫ്രണ്ട് ആഡ് മോർ ലൈൻസ് ടു സോങ്. എന്താണ് നമ്മൾ വേറൊരു ഫ്രണ്ടിനെ കണ്ടു, എലിഫൻറ്റിനെ കണ്ടു, മറ്റൊരു ഫ്രണ്ടിനെ കണ്ടാൽ നമ്മൾ എങ്ങനെയായിരിക്കും അവരോട് പാട്ട് പാടുക അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഒരു ലൈൻസ് ആഡ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നോക്കി എങ്ങനെയാണ്? ഇഫ് യു മീറ്റ് ആൻ എലിഫൻറ്റ് ഓൺ എ സണ്ണി ഡേ വാട്ട് വുഡ് യു ഡു? വാട്ട് വുഡ് യു സേ? ഐ വുഡ് സേ ഗുഡ് മോർണിംഗ് എലിഫൻറ്റ്, ഹൗ ഡു യു ഡു? ഐ എം ഗ്ലാഡ് ടു മീറ്റ് യു എലിഫൻറ്റ്, ഐ വുഡ് ലൈക്ക് ടു ഡാൻസ് വിത്ത് യു. ഇങ്ങനെയാണ് നമ്മൾ എലിഫൻറ്റിനെ പഠിച്ചത്. അപ്പോൾ സെയിം നമുക്കൊരു റാബിറ്റിനെ കണ്ടു നിർത്തും. അപ്പോൾ എങ്ങനെ പറയും? ഇഫ് യു മീറ്റ് എ റാബിറ്റ് ഓൺ എ സണ്ണി ഡേ വാട്ട് വുഡ് യു ഡു? വാട്ട് വുഡ് യു സേ? ഐ വുഡ് സേ ഗുഡ് മോർണിംഗ് റാബിറ്റ്, ഹൗ ആർ യു? ഐ വുഡ് ലൈക്ക് ടു പ്ലേ വിത്ത് യു എന്ന് പറയും റാബിറ്റ് ആണെങ്കിൽ. ഇനി ഇത് തന്നെ ഒരു മങ്കി ആണെങ്കിലോ റാബിറ്റ് എന്നുള്ളടുത്ത് മങ്കി എന്ന് മാറ്റി എഴുതാം. ഇഫ് യു മീറ്റ് എ മങ്കി, MONKEY മങ്കി കേട്ടോ, MONKEY മോങ്കി. ഓക്കെ, മങ്കി. എങ്ങനെയാണ് മങ്കിയുടെ സ്പെല്ലിങ്? അപ്പോൾ എങ്ങനെയാണ് മങ്കീനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെ ചോദിക്കും? വാട്ട് വുഡ് യു ഡു? വാട്ട് വുഡ് യു സേ? ഐ വുഡ് സേ ഗുഡ് മോർണിംഗ് മങ്കി, ഹൗ ആർ യു? ഐ വുഡ് ലൈക്ക് ടു പ്ലേ വിത്ത് യു. ഇങ്ങനെ രണ്ട് വേർഷൻ വേണമെങ്കിൽ രണ്ടും എഴുതാം, ഏതെങ്കിലും ഒന്നും മതിയെങ്കിൽ അത് എഴുതാം കേട്ടോ മക്കളെ. ഇനി ആക്ടിവിറ്റി 19. സം ഫുഡ് ഹാബിറ്റ്സ് ആർ ഗിവൺ ബിലോ. ഡ്രോ സ്യൂട്ടബിൾ ഇമോജി ഇൻ ഈച്ച് ബോക്സ്. എന്താണ് കുറച്ച് ഫുഡ് ഹാബിറ്റ്സ് താഴെ തന്നിട്ടുണ്ട് അല്ലേ. സം ഫുഡ് ഹാബിറ്റ്സ് ആർ ഗിവൺ ബിലോ. ഇനി എന്താണ് അതിന് സ്യൂട്ടാവുന്ന ഇമോജി രണ്ടെണ്ണം തന്നിട്ട്, ഒന്ന് ഹാപ്പിയാണ്, ഒന്ന് സാഡാണ്. നല്ല ഹാബിറ്റ് ആകുമ്പോൾ ഹാപ്പി ഇമോജി, പിന്നെ മോശം ഹാബിറ്റ് ആകുമ്പോൾ സാഡ് ഇമോജി. അങ്ങനെ നമ്മളോട് കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ നോക്കി, ഈറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അത് നല്ലതാണോ ചീത്തയാണോ? ഇറ്റ്സ് ഗുഡ് റൈറ്റ്. ഈറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? ഹാപ്പി ഇമോജി ഇടാം, സ്മൈലിംഗ് ഇമോജി ഇടാം. രണ്ടാമത് നോക്കി, നോട്ട് ഈറ്റിംഗ് മീൽസ്. ഭക്ഷണം കഴിക്കാൻ ഒഴിവാക്കുക. നല്ലതോ ചീത്തയോ? ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ് അല്ലേ. സോ അവിടെ നമുക്ക് എന്ത് എഴുതാം? സാഡ് ഇമോജി ഇടാം. പിന്നെയോ ഇമോജി എന്ന് പറഞ്ഞാൽ അറിയില്ലേ മക്കളെ, ഈ കാണുന്ന ചിത്രം കണ്ടു ചിരിക്കുന്നത് മഞ്ഞ കളറിൽ, അതാണ് ഇമോജി കേട്ടോ. നമ്മൾ ഫേസ്ബുക്കിലോ വാട്സാപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും അമ്മയുടെ അച്ഛൻ്റെ ഫോൺ എടുത്തിട്ട്, അതിൽ നമ്മൾ ഇമോജി സെൻഡ് ചെയ്യും അല്ലേ. സോ അതാണ് ഇമോജി. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഡ്രിങ്കിങ് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ഒരുപാട് വെള്ളം കുടിക്കുക. അത് നല്ല ഹാബിറ്റാണോ ചീത്ത ഹാബിറ്റാണോ?
ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ് അല്ലേ. സോ അവിടെ സ്മൈലിംഗ് ഇമോജി. പിന്നെ ടോക്കിംഗ് വൈൽ ഈറ്റിംഗ്, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക, ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. സോ അവിടെ ഒരു സാഡ് ഇമോജി. ഇനി അടുത്ത എന്താ, ഈറ്റിംഗ് ടു മച്ച്, ഒരുപാട് ഫുഡ് കഴിക്കുന്നത് നല്ലതാണോ? അല്ല, ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. സോ ഇറ്റ്സ് എ സാഡ് ഇമോജി. അടുത്തത് ഈറ്റിംഗ് ടു ഫാസ്റ്റ്, വളരെ സ്പീഡിൽ കുത്തി വലിച്ച് തിന്നുക, അതും മോശം ഹാബിറ്റാണ്, ഇറ്റ്സ് എ സാഡ് ഇമോജി. പിന്നെ വാച്ചിങ് ടി വി വൈൽ ഈറ്റിംഗ്, ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക, അത് നല്ല ഹാബിറ്റാണോ? നോ, ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്, അതിനും സാഡ് ഇമോജി. വേസ്റ്റിംഗ് ഫുഡ്, ഭക്ഷണം വേസ്റ്റ് ചെയ്യുക, വേസ്റ്റിംഗ് ഫുഡ്, ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് നല്ല ഹാബിറ്റാണോ? നോ, ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. സോ അതും സാഡ് ഇമോജി കേട്ടോ. ഈ പേജിലെ 4നും സാഡ് ഇമോജിയാണ്. അതെന്താ 20ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. വിച്ച് ഫുഡ് ഐറ്റംസ് ഡു യു ലൈക്ക് ദ മോസ്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം എന്താണ്? കളർ ദ സർക്കിൾസ് ഹാവിങ് ദ നെയിംസ് ഓഫ് ദം, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസിൻ്റെ പേര് താഴെ തന്നിരിക്കുന്ന ലിസ്റ്റിലുണ്ടെങ്കിൽ അതിനെ കളർ ചെയ്യാനാണ് പറയുന്നത്. ഇനി ആഡ് യുവർ ഫേവറേറ്റ് ഫുഡ് ഓൾസോ, ഫുഡ്സ് ഓൾസോ, എന്താണ് ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഭക്ഷണം ഇല്ലെങ്കിൽ അതും കൂടി ഇവിടെ ആഡ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഇനി നോക്കി ഒരുപാടെണ്ണം തന്നിട്ടുണ്ട് അല്ലേ, ലിസ്റ്റ് നോക്കൂ. ഹൽവയുണ്ട്, സമോസയുണ്ട്, ദോശയുണ്ട്, ഐസ്ക്രീം, ജിലേബി, കട്ട്ലറ്റ്, ചോക്ലേറ്റ് ബാർ, ഇഡ്ഡലി, ഉപ്മ, പൊറോട്ട, ബിസ്ക്കറ്റ്സ്, അങ്ങനെ കുറേ എണ്ണം തന്നിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഏതാണ്? ഏതെങ്കിലും ഒരു 4 അല്ലെങ്കിൽ 5 എണ്ണത്തിൽ നിങ്ങൾക്ക് കളർ ചെയ്യാം. ഏതൊക്കെയാണ്? ഇപ്പോൾ എനിക്കിഷ്ടം കേക്ക് ഇഷ്ടമാണ്, ബർഗർ ഇഷ്ടമാണ്, പിസ്സ ഇഷ്ടമാണ്, ലഡു ഇഷ്ടമാണ്. സോ അതിനൊക്കെ ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് നിങ്ങൾ കളർ ചെയ്യാം. ഇനി ഒരു 3, 4, 5 എന്താണ് എം ടി ആയിട്ടുള്ള ബോക്സുകളുണ്ട് അല്ലേ, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളവിടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ മാംഗോ, നൂഡിൽസ്, ഗ്രേപ്സ്, സാൻഡ്വിച്ച്, ഡോണട്ടൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ബിരിയാണി വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, മന്തി വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. സോ വോട്ട് എവർ യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് ഏതാണോ അതവിടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി 21ാമത്തെ ആക്ടിവിറ്റി, ലാസ്റ്റത്തെ ആക്ടിവിറ്റിയാണ്. നോക്കി എന്താണ്. സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ലില്ലി ആൻഡ് ദ ബെയർ ആർ ഗിവൺ ബിലോ, എന്താണ് ലില്ലിയും ബെയർ എന്നുള്ള സ്റ്റോറി നമ്മൾ പഠിച്ചു അല്ലേ, അതിൻ്റെ അതിലുള്ള കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ യൂസിങ് ആരോ മാർക്സ്, വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു, എന്താണ് താഴെ തന്നിരിക്കുന്ന എന്താണ് ഇവൻറ്റ്സിന് ഒരു ആരോ മാർക്ക് വെച്ചിട്ട് അതിനെ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ആദ്യത്തുള്ളതിൻ്റെ നേരെ ആദ്യത്തേതിന് രണ്ടാമത്തേതിന് നേരെ ആരോ മാർക്ക് ഇടുക, പിന്നെ മൂന്നാമത്തേത് നേരെ അങ്ങനെ ആരോ മാർക്ക് ഇട്ട് പോകാനാണ് പറയുന്നത് കേട്ടോ. എന്താണ് നോക്കിയാൽ ലില്ലി സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബെയർ, ലില്ലി സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബെയർ, അതാണ് ഫസ്റ്റ് അല്ലേ. അതിൽ നിന്ന് പിന്നെ എന്താണ്, ഷി സോ എ ബെയർ ഇൻ ദ ഫോറസ്റ്റ്, ഫോറസ്റ്റിലൊരു കരടിയെ കണ്ടു, ഫുട് പ്രിൻറ്റ്സ് കണ്ട് അതിനെ പിന്തുടർന്ന് അവൾ പോയി അങ്ങനെ ഒരു കരടിയെ കാട്ടിൽ വെച്ച് കണ്ടു, അതിലേക്ക് ആരോ മാർക്ക് ഉണ്ട് അല്ലേ, അവർ തന്നിട്ടുണ്ട് ഓൾറെഡി. ഇനി എന്താണ്, ബെയറിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു, അവളുടെ എന്താണ് ആ ഡോൾ ഉണ്ടായിരുന്നു അല്ലേ, ബെല്ല ഉണ്ടായിരുന്നു. സോ ദ ബെയർ വാസ് ക്യാരിങ് ബെല്ല, ബെയറിൻ്റെ കയ്യിൽ ബെല്ല ഉണ്ടായിരുന്നു. ഇനി എന്താണ് അത് അടുത്തത്, ദ ബെയർ ചാലഞ്ച് ലില്ലി, ബെയർ ലില്ലിയെ ചാലഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ, ആർക്കാ ശക്തി നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, കല്ലെടുത്ത് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലില്ലി ഒരു ബൺ എടുത്ത് പൊട്ടിച്ചു അല്ലേ, ലില്ലി ക്രഷ്ഡ് ദ ബൺ. പിന്നെയോ ക്യാൻ യു ടേക്ക് ദ ഹണി കോംബ്, അങ്ങ് മേലെ ഹണി കോംബ് ഉണ്ട്, അതെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ടോ ദ ബെയർ ത്രൂ ബെല്ല ആൻഡ് റഷ് ടുവേഴ്സ് ദ ഹണി കോംബ്, ബെല്ലയെ വലിച്ചെറിഞ്ഞിട്ട് ബെയർ എന്ത് ചെയ്തു, ഹണി കോംബ് എടുക്കാൻ വേണ്ടി ഓടി. ടേക്ക് യു ടെഡി, അപ്പോൾ എന്താണ് നീ തന്നെയാണ് നിനക്കാണ് എന്നെക്കാളും ശക്തി എന്ന് പറഞ്ഞിട്ട് ടെഡിയെ എന്ത് ചെയ്യുന്നു, തിരിച്ച് ബെല്ലയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ബെയർ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ, ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എല്ലാം നോക്കി കറക്റ്റ് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക മാക്സിമം, എന്നിട്ട് മാത്രം കോപ്പി ചെയ്യുക കേട്ടോ. ചെറിയ ചെറിയ സെൻറ്റൻസുകളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി പഠിക്കുക കേട്ടോ. പിന്നെ എന്താ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്